നിങ്ങളുടെ കിച്ചണിൽ സ്പേസ് കുറവാണെങ്കിൽ ആ ഒരു ചെറിയ ഏരിയയിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 3 ഡോറിൽ വരുന്ന കബോർഡ്സ് ആണ്. അതുപോലെ ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പാൻട്രി യൂണിറ്റ്സ് ആണ്. നമ്മൾ ഇവിടെ പാൻട്രി യൂണിറ്റ്സിൽ നമുക്ക് ചെറിയ ചെറിയ സ്പൈസസിൻ്റെ ബോട്ടിൽസ് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു ഏരിയയിൽ നമ്മൾ ടാൻഡം ബോക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഇതിൽ തന്നെ 5 ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 3 ക്രിസ്റ്റൽ മോഡലാണ്, അഥവാ ഗ്ലാസ് ടൈപ്പാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴ്ഭാഗത്ത് നമ്മൾ നോർമൽ ടാൻഡം ബോക്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ നമ്മൾ റോളിംഗ് ഷട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴ്ഭാഗത്ത് വയർ ബാസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലെ കോർണർ യൂണിറ്റ് അഥവാ കോർണർ സ്പേസ് നമുക്ക് എപ്പം വേസ്റ്റ് ആയിട്ടാണ് വരിക. ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാജിക് കോർണർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാജിക് കോർണർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോർണറിൽ വരുന്ന സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ സിങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ബോട്ടിൽ പുൾ ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിങ്കിൻ്റെ താഴത്തെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക് കോർണർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ നമ്മൾ ബൈഫോൾഡ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനും അടക്കാനും പറ്റുന്നതാണ്. ഇതൊരു സോഫ്റ്റ് ക്ലോസ് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തത്.